ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് ഷൈമ. ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാടൻ മീൻ ചട്ടിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഞാനിവിടെ 250 ഗ്രാം അയക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി വലിയ കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ, ഒരു മീഡിയം സൈസ് തക്കാളി അരച്ച് പേസ്റ്റാക്കിയത്, വെളിച്ചെണ്ണ, പിന്നെ കറി താളിക്കുന്നതിനായി ചെറിയൊരു കഷ്ണം സവാള കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. പിന്നെ വേണ്ടത് 2 കഷ്ണം കുടംപുളിയാണ്. ഞാനിത് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ അടുത്ത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുക്കുക. ഇവ രണ്ടും മിക്സ് ആയിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, ഉപ്പ് ആവശ്യത്തിന്. റെസിപ്പിയുടെ പേര് പോലെ തന്നെ ഞാനിവിടെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. ഇതിൽ കറി വെക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. മൺചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ പൊട്ടി വരുമ്പോൾ ഇഞ്ചി ചേർക്കാം, അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം, സവാളയും കറിവേപ്പിലയും ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് വഴന്നു വരുന്നതിനായി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർക്കാം. ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. തക്കാളി നന്നായി വെന്ത് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുടംപുളി ചേർക്കാം. ഇനി ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്യാം. ഇതിൽ ചെറുതായി ഒന്ന് തിളവന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. ഇനി കറിയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തിളപ്പിക്കാം. കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കറിയിലെ മസാലയൊക്കെ മീനിൽ പിടിച്ച് കറിയൊന്ന് കുറുകി വരുന്നതുവരെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. കണ്ടോ, നമ്മുടെ കറിയൊക്കെ കുറുകി മസാലയൊക്കെ മീനിൽ പിടിച്ച് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് കറി മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിൻ്റെ രുചിയും കളറും കൂടുന്നതിന് വേണ്ടി ഇതൊന്ന് താളിച്ചൊഴിക്കാം. താളിക്കുന്നതിനായി പാത്രത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. മീൻ കറിയിലൊക്കെ കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നത് അതിൻ്റെ രുചിയും മണവും കൂട്ടും. നമ്മുടെ സവാള ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിക്കുമ്പോഴാണ് കറിയിലുള്ള പുളിയും എരിവുമൊക്കെ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാടൻ മീൻ ചട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി ചട്ടിയോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.